ഇന്നപ്പോ കളറിൽ തന്നെ പറക്കണം, ഇന്ന പ്രായം തന്നെ പറക്കണം, അങ്ങനത്തെ ഒരു കണക്കൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ലല്ലേ? മത്സരം നമ്മൾ മെനക്കെട്ട മത്സരത്തിൽ പറക്കണം. നല്ലൊരു സമയത്ത് എങ്ങനെ മെനക്കെട്ട് കഴിഞ്ഞാല് നമ്മൾ ആരായാലും ഞാനായാലും ആരായാലും പ്രായം മെനക്കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മത്സരത്തിൽ പറക്കണം. മത്സരത്തിൽ പല ആളുകൾ അറിയുള്ളൂ. നമ്മളെ കൂട്ടിൽ വെറുതെ പറഞ്ഞ കൊണ്ട് ആരും അറിയാം. നിങ്ങൾ ഏകദേശം 30 വർഷമായിട്ട് ഈ ഫീൽഡിൽ 30 വർഷമായിട്ട്. ഓക്കെ, ശരി. 13 മണിക്കൂറിൽ ഈ കാണിച്ചെടുത്ത് ഇരുത്തുന്ന പരിപാടി ചെയ്യാം. 13 മണിക്കൂറിൽ മത്സരത്തിൽ കാണിക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ മത്സരത്തിൽ തന്നെ പ്രാവ് കാണാതെ ഇരിക്കുള്ളൂ. പ്രാവ് എങ്ങനെ കളിക്കും, ഇരുന്നിട്ട് ഇരിക്കാൻ ഓവറാവും. ടൈം കഴിഞ്ഞാൽ ഭാഗ്യത്തിന്റെ അല്ലേ, ഒരു ഭാഗ്യം. നിങ്ങൾ കുറെ നല്ല ഭാഗ്യം കിട്ടിയിട്ടില്ലേ? മത്സരത്തിലേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ. എങ്ങനെ മത്സരത്തിലാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? വെറുതെ വിട്ടിട്ട് പ്രാവിന് വലിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ മത്സരം വിട്ടിരുന്നവര് ദൈവാനുഭവിച്ച അസ്വസ്ഥത കണ്ടിട്ടില്ല. കൂടുതലും മത്സരം പറക്കാത്ത ഒരുപാടുണ്ട്. 100 മത്സരം വിട്ടിട്ടാണെങ്കിൽ എന്തായാലും 75% മത്സരം കൊണ്ടിട്ടുണ്ട്. വിജയം അതാണ്. ഈ കപ്പ് ഇത് 2010 മുതലുള്ളതല്ലേ? ഈ കപ്പുകളൊക്കെ 2010 മുതലുള്ളതാണ്. ഇതിന് നിങ്ങൾ 89 എത്ര മുതലേ പറത്തൽ തുടങ്ങി? 89 മുതലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇതിപ്പോൾ 10 വർഷത്തെ കുറച്ച് കപ്പുകളാണിത്. ഓക്കെ, ഇത് 10 മണിപ്പറ വീണല്ലേ? 10 മണിപ്പറ ഫസ്റ്റ് പ്രൈസ് ആണല്ലേ? ഇതിലിപ്പോ 13:27 നിങ്ങളുടെ ടോപ്പ് സമയമാണ്. 13:27 13 മണിക്കൂർ 33 പറഞ്ഞെങ്കിൽ നമുക്ക് 33 അല്ലല്ല. എല്ലാ തന്നെ ഈ കോഴിക്കോട് സംഘടന 5 മിനിറ്റ് കൂടുതൽ അടിച്ചു. 5 മിനിറ്റ് അല്ലേ? അത് 5:55 മുതൽ 5:55 കാലത്ത് മത്സരം വിടാം. 5:55 അതൊരു 15 വർഷം മുമ്പ് 5:55 വിട്ടിട്ട് 7:30 വരെ 35 വരെ പറക്കാനുള്ള കപ്പുണ്ട്. 35 വരെ വർക്കുള്ള കേൾക്കും പറഞ്ഞിട്ടില്ല. ഈ 27 13 27 എന്ന് പറഞ്ഞാൽ ഒന്നൊന്നല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇതിന് മുന്നേ കുറേ പറഞ്ഞിട്ടില്ലേ? 27 ഒരുപാടെണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ 2020 അല്ലേ? 20 പറഞ്ഞാണ്. എന്താ ഒരുപാട് 27 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റിക്ക് വന്നിട്ടുണ്ടാവില്ലേ അല്ലേ? ഇതൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ സമ്മാനങ്ങളായിട്ട് കിട്ടിയിട്ട്? മണിയുണ്ടേ 1 ലക്ഷം അങ്ങനെയൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ മൊത്തമായിട്ട്? അതിപ്പോൾ നിങ്ങൾ ഈ പാർട്ട്ണർമാരായിട്ട് ആണെങ്കിലേ അത് എങ്ങനെയാണ് അതിൻ്റെ പരിപാടി? അതിനെ എങ്ങനെ ഷെയർ ചെയ്യില്ലേ? ഓക്കെ. ഇത് 10 മണിപ്പറ വേണം മത്സരം. ഇത് 13.5 മണിക്കൂർ. ഒരുപാട് ഇതാണ്. അങ്ങനെ 13:09 13:16 13:19 13:19. അതേപോലെ ഇപ്പം നിങ്ങൾക്ക് ഈ മത്സരം പറഞ്ഞിട്ടേ പ്രതികൂല കാലാവസ്ഥയില്ലേ, അതിൽ നിങ്ങളെ പ്രാവ് പറഞ്ഞിട്ട് നല്ലൊരു സമയത്തേക്ക് വന്നിട്ടുണ്ടോ? പ്രതികൂല കാലാവസ്ഥ പറഞ്ഞാൽ വളരെ മോശപ്പെട്ട 13 കഴിഞ്ഞ വർഷം രാവിലെ വിടുന്ന സമയം മുതലേ ആ വെള്ളപ്രാവള പറഞ്ഞ് നല്ല മഴയായിരുന്നു അല്ലേ? അതിൽ പറഞ്ഞു നിൽക്കാത്ത മഴയായിരുന്നു അല്ലേ? അതിൽ പറഞ്ഞു 2014 അല്ലേ? 2014 13:27 പറഞ്ഞത്. 13:30 ഇല്ലല്ലേ? 27 2015 2014 13:25 എല്ലാ വർഷവും അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങള് ഈ 2021 അല്ലേ? 2021 നിങ്ങൾ ഇവിടുന്ന് സംഘടന ഏതാണ്? സംഘടന CPF അല്ലേ? ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ കോഴിക്കോട്
ഇത് 2019 2019 അല്ലേ? അല്ലെ ഈ കോഴിക്കോട് അങ്ങനെ കുറേ സംഘടനകളൊക്കെ ഉണ്ടല്ലേ? ഇപ്പോൾ എല്ലാ നമ്മളെല്ലാത്തിനും വിടണമെന്നുള്ള ആശ്രയമാണ്. അങ്ങനെ വിടാമല്ലോ അപ്പോൾ? ഓക്കെ. 34 പറഞ്ഞ സർട്ടിഫിക്കറ്റ് ആണല്ലേ? അല്ല അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മൾ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 10 വർഷത്തെ, എത്ര വർഷത്തെ ഇത്? ഇതൊരു ഏകദേശം ഒരു 10 വർഷത്തെ സർട്ടിഫിക്കറ്റാണ്. ഏതൊരു 13ന്റെ മോളിക്കാണ് പ്രാവൾ പറഞ്ഞത്. 13, 19, 13, 27. ഇത് നമ്മുടെ പർവ്വ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ ഇതെത്ര പറഞ്ഞത്? 13, 21 13, 36. ഇത് ഏത് മത്സരം? അത് ഇത് അൺലിമിറ്റഡ്. ഇത് കഴിഞ്ഞെല്ലാം പറഞ്ഞത് 36 പറഞ്ഞല്ലേ? 34 അല്ലല്ലേ? കഴിഞ്ഞ വർഷം ഒരു അൺലിമിറ്റഡിൽ 13, 36 പറഞ്ഞിട്ടുണ്ട് പ്രാവള്. 13, 22. ഓക്കെ. അപ്പോൾ അത് ഒരുപാട് മത്സരങ്ങളിൽ ഒരു നല്ല സമയമാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ അതേപോലെ നിങ്ങളിങ്ങനെ സമ്മാനം കിട്ടുക അതേപോലെ ഫെയിൽ വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ പ്രാവള് ചിലപ്പോൾ നേരത്തെ വന്നിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും മത്സരം ഒഴിവാക്കൂലേ? പ്രാവ് കാട്ടിയിട്ട് തന്നെ ഇറക്കുള്ളൂ അല്ലേ? കൊടുത്തിട്ടില്ലേ? അത് ഭയങ്കര ഒരു സാധനമാണല്ലേ ഈ ചിറക് കാട്ടി കൊടുത്ത് ഇറക്കുന്നത്. ഇല്ല ശരി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മത്സരം ക്ലിയർ അല്ലാന്ന് തോന്നിയാൽ അത് പകല് മാത്രമല്ല വൈകിട്ട് 6:15 വരെ മത്സരം കാണിച്ചിട്ട് കാണിച്ചു കൊടുക്കും. വൈകിട്ട് 6:15 മുക്കാൽ മണിക്കൂറുള്ളൂ. പക്ഷെ നമ്മളോട് ഇറങ്ങൂലാന്ന് തോന്നിയപ്പോൾ പ്രാവ് കാട്ടി കൊടുത്ത് നമ്മളോട് തന്നെ ഇറക്കും. അതേപോലെ നമ്മുടെ നിങ്ങളെ പേരൊക്കെ ഒന്ന് പറയും. ഷെബീർ. ഇവർ നിങ്ങളൊരു പാർട്ട്ണറാണ് ഷെബീർ. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ഹാരിസ് ഖാനോട് റിസർ ഇതിൻ്റെ ഒരു ഈ ഇത്ര കാലഘട്ടത്തെ ഓരോ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ 55 അല്ലേ? അതെ. നമുക്ക് വരെ റിസർ കോദിൻ്റെ സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ മലബാറിലെ ഒരു ഫേമസ് ആയ കൂട്, നമ്പർ 1 കൂട് എന്ന് പറയാം. അങ്ങനെയുള്ള 3 സ്റ്റാർ കോച്ച് എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവരെ ഹാരിസ് ഖാൻ അവരെ പരിചയപ്പെടാം. അവരെ കൂടും കാര്യങ്ങളൊക്കെ മൊത്തമായിട്ട് അവരെ കാര്യങ്ങൾ ഇവർ പറയുന്നതാണ്. ഓക്കെ. നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ നിങ്ങളെ 3 സ്റ്റാർ കോച്ചിനെ ഒന്ന് പരിചയപ്പെടുത്തി. ഹലോ, നമസ്കാരം. ഞാൻ ഹാരിസ് കോടി, 3 സ്റ്റാർ കോടി. ഇതിൻ്റെ ഫ്രണ്ടാണ്, പ്രാവിൻ്റെ പാർട്ണറുമാണ് ഷെബീർ. അതേപോലെ വേറെ പാർട്ട്നേഴ്സൊക്കെ പഴയതൊക്കെ കൂടെ ഇപ്പോൾ 2 പാർട്ണറും കൂടെ ഉണ്ട്. ഗൾഫിലാണ്. പണി ഉണ്ടായില്ല, അപ്പോൾ വരാൻ പറ്റില്ല. ഓക്കെ. അതേപോലെ ഇപ്പോൾ നിങ്ങൾ 2000 എന്ന് തുടങ്ങി നിങ്ങൾ പറത്തലൊക്കെ തുടങ്ങിയത്? 89 നമ്മൾ ഫസ്റ്റായിട്ട് 89 ആദ്യമായിട്ട്. അല്ല, ഇപ്പോൾ നിങ്ങൾ 89 അവിടേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളൊരു ഗുരു ഉണ്ടെന്നല്ലേ നിങ്ങളെ ഉസ്താദ്? എന്താ പറയുക? ഉസ്താദ് എങ്ങനെ പറയുന്നത്? ഹാസാൻ NBC ഷെഫീഖ് അല്ലേ? NVC ഷെഫീഖ്. ഓക്കെ. അവിടുന്നാണ് നിങ്ങൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചത്? പറവയിലെത്തിയത്. അവരും നല്ലൊരു പറത്തുന്ന ഒരാളായി. സത്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു എങ്ങനെയെങ്കിലും പറഞ്ഞാൽ പോരാ, നല്ലോണം പറഞ്ഞിട്ട് നമ്മൾ അറിയാൻ തന്നെ നമുക്ക് ആ സമയം മതി. അങ്ങനെ പറയുന്ന ആളാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 6:15 വരെ മത്സരത്തിൽ പറവ ലെവലിലാന്ന് തോന്നിയാൽ മത്സരം ഇപ്പോൾ മത്സരം വിട്ടിട്ടല്ലേ? ഓ, കാരണം ഞാനൊക്കെ ഇപ്പോൾ പ്രാവിനെ വിടുകയാണെങ്കിൽ ആ പ്രാവ് പറന്നോട്ടെ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ ആദ്യമായിട്ട് പറയുന്നൊരു നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. പ്രാവ് എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിക്കണമെങ്കിൽ 6:15 മിസ്റ്റേക്ക് കാണിച്ചപ്പോൾ മത്സരം നമ്മൾ 2 മത്സരം കൂട്ടി വിട്ടതാണ്. രാവിലെ ഒരു മിസ്റ്റേക്ക് കണ്ട് നമ്മുടെ അറിയില്ല എന്നുള്ള തോന്നിയപ്പോൾ നമ്മൾ എന്നാ വിട്ട മത്സരം? അത് 2019. അത് നിങ്ങളെ ഈ ഒരു ഗുരുവിന്റെ ഈ അശാന്റെ ഒരു അവരൊക്കെ അറിവാണ്. ഒരാൾ നമുക്കതൊക്കെ പറഞ്ഞാൽ പോരാ. പ്രാവ് സാധാ പറക്കണം ഓടിപ്പിച്ചില്ല, പറഞ്ഞാലേ പ്രാവ് നമ്മളോട് ഇറങ്ങുള്ളൂ. അല്ലാതെ എങ്ങനെയെങ്കിലും പറഞ്ഞിട്ട് അവിടെ ഇവിടെ പോയി കാര്യമില്ല. അതേപോലെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രാവ് പിടിക്കരുത്, അതൊന്നും തീരെ സംബന്ധിച്ചില്ല. അങ്ങനെ ഒരാളെ പ്രാവ് കുറെ കൊല്ലം മുമ്പാണ്, 2000 മുമ്പാണ് ഒരു പ്രാവിനെ മുമ്പിൽ ഞാൻ കഷ്ടപ്പെട്ട് ഒട്ടിന്റെ വില പിടിച്ച്.
2000-ന് മുന്നേ മുന്നേ എന്ന് വെച്ചാൽ നമ്മളൊരു കുടുത്തക്കാരുണ്ട്. അപ്പൊ നമുക്ക് പ്രാവിനെ പിടിച്ചു തരാൻ നമുക്കൊരു വാസി ഉണ്ടാകും ആണല്ലോ. ഞാൻ വീട്ടിന്റെ മേലെ കയറി പിടിച്ച് നമ്മൾ ആസാം വന്ന് ഇന്ന താഴേക്ക് എത്തിയ പ്രാവിനെ കൊണ്ട് കൊണ്ടാൻ നടക്കും. ഇന്ന താഴെ എത്തിയിട്ട് ആ പ്രാവിനെ അപ്പം കിട്ടൂലേ ഈ പ്രാവിനെ പിടിക്കരുതെന്ന് പറഞ്ഞു. അത് നമുക്ക് പാടാൻ പിടിച്ചിട്ടില്ല. ഒരു പിടിക്കുന്ന ഒരു പിടിച്ചിട്ട് ഒരു നമ്മൾ തിരിച്ചു ഓരോ പ്രാവ് നമുക്ക് കിട്ടിയാൽ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടാണെങ്കിൽ പിന്നീട് ഒരു നമുക്ക് പ്രാവ് തരുന്നില്ല. നമ്മളെ പ്രാവ് പിടിച്ച് തരാത്തത് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലേ. ആരോ പ്രാവ് പിടിക്കാനുള്ള ഒരു ചിന്തയെ നമുക്ക് ഓക്കെ ഓക്കെ. ഇതിനെ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും യോജിച്ച് പോവാന്നുള്ളതാണ്. അല്ലാതെ ഒരു ഓക്കെ യോജിച്ച് പോവാന്നുള്ളതാണ്. നമ്മളിപ്പോ ഈ പറകലൊക്കെ എത്തിയാൽ നമ്മൾ ആശാന്റെ ആശാന്റെ വേറെ നമ്മൾ എന്തിനൊക്കെ എത്തില്ല വേറെ എന്തെങ്കിലും ആവില്ല. അതിന്റെ നല്ല വശം എന്താണെന്ന് വെച്ചാല് കുറച്ച് കാലം കൊണ്ട് മുമ്പ് നമ്മൾ പറഞ്ഞു അത് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ എത്ര വരെ റിസർവ് പോയിട്ട് കൂടെ എത്ര വർഷക്കാരായിട്ടുണ്ട്? ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് പരിചയമുണ്ട്. നിങ്ങൾ ആദ്യം പ്രാവശ്യം പറത്തിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾ ആ പഴയ കാലഘട്ടത്തെ പ്രാവില്ലേ, ആ പ്രാവുകളൊക്കെ പറ്റി പറയും. പഴയ കാലഘട്ടത്തെ പ്രാവുകളുണ്ടല്ലോ. ഇപ്പൊ നിങ്ങളൊരു 89 പറഞ്ഞില്ലേ, ആ കാലഘട്ടത്തിലുള്ള പ്രാവും ഇന്നത്തെ നമ്മള് സുർമയ്യ പറഞ്ഞത് നമ്മള് നമ്മുടെ ആസാന്റെ നേതൃത്വത്തിലുള്ള പ്രാവ് കൊടുക്കുന്ന പ്രാവ് നമ്മളെ ചെറുതാണ്. ആ പ്രാക്കളാണ് നമ്മളത് 13-14 വരെ പറഞ്ഞ 2002 വരെ പറഞ്ഞ ആ പ്രാക്ക സുർമയി പ്രാവ്. ആ ലൈൻ ഇപ്പൊ ഉണ്ടല്ലോ ഇപ്പൊ ആ ലൈനിലേക്കുള്ളതില്ല, എന്നാലും മിക്സ് ആയി കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ അവിടുന്ന് പിന്നെ നമുക്കൊരു 2000 പോയി. പിന്നെ നമ്മുടെ നേതൃത്വത്തിലാണ് പിന്നെ നമ്മൾ പ്രാവ് കോയമ്പത്തൂർ പോയിട്ട് കൊടുക്കും. ജോലിയാക്കിയിട്ട് വെള്ളമായിട്ട് വെള്ളയിൽ നമ്മള് വെള്ളപ്പുള്ളിനെ ചേർത്തപ്പോഴാണ് മൈനപ്പുള്ളിയായിട്ട് അത് 96 മുതൽ 2007 വരെ 12 വർഷം വെള്ളപ്രാവ് തുടർച്ചയായിട്ട് 96 മുതൽ വെള്ളപ്രാവ് തന്നെ നല്ല നല്ല സമയം. 4-5 പറക്കല്. അതെ. ഇപ്പൊ നമ്മളിവിടെ കണ്ട സർട്ടിഫിക്കറ്റുകൾ വെറും ഒരു 10 വർഷത്തിലെ കുറച്ച് സർട്ടിഫിക്കറ്റേ ഉള്ളൂ. അതിന് മുകളിലേക്കുള്ള പോയി. ഓക്കെ. അതേപോലെ ഇപ്പോൾ എന്താ പറയാ, ഇപ്പോൾ ഏകദേശം തുടക്കമൊക്കെ പറഞ്ഞു, നിങ്ങളെ മെയിനായി നിങ്ങളെ ആശാന കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവർ രീതിയൊക്കെ പറഞ്ഞു. അവരുടെ ഫുഡൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളൊരു ആ സമയത്തുള്ള ഫുഡ് തന്നെയാണ് എപ്പോഴും കൊടുക്കേണ്ടത്? ഒരു 13 അല്ലല്ലേ? ആദ്യ കാലത്തുള്ള ഫുഡ് വെച്ചാല് കറി മാത്രമല്ല പ്രാവ് തിന്നലാണ് കുത്തിത്തിരിക്കുക. പണ്ട് 89 പറഞ്ഞറിയാൻ തിന്നിട്ടില്ലാണെങ്കിൽ തീറ്റിട്ടില്ല. അതാണ് നമ്മൾ ആസാനം നമ്മൾ പറഞ്ഞ പ്രാവിന് നമ്മൾ ഭക്ഷണം കൊടുക്കാൻ നോക്കിയിട്ട് പിന്നെ നമ്മള് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂട്ട് നമ്മൾ ഊതി കൊടുക്കും. 89 മുതൽ തന്നെ ഉണ്ട് 2004 മുതൽ ഭക്ഷണം ഊതി കൊടുക്കും. അന്നത്തെ ഫുഡൊക്കെ എന്തൊക്കെയായിരുന്നു? ഒരു 13.5 മണിക്കൂർ പറത്തുന്ന കാര്യങ്ങൾ തയ്യാറാണ്. എങ്ങനെയാ വെച്ചാൽ ആദ്യം അന്നൊക്കെ കൊടുക്കല് ഇന്ന് കൊടുക്കാൻ കഴിയില്ല. അന്ന് ഈ മുത്താരി കുറച്ച് ഊതി കൊടുത്തിട്ടാണെങ്കിൽ അതിന്റെ കൂടെ തന്നെ 2 പത പൊട്ടിച്ച് അന്ന് കൊടുക്കൂല. ഇന്ന് വൈകിട്ടല്ല കൊടുക്കല്. ഇന്ന് ഞാൻ പദം കൊടുക്കല് കാലത്താണ്. ഇന്ന് പറഞ്ഞ പ്രാവാണെങ്കിൽ റെസ്റ്റുള്ള ടൈമിൽ 3-4 ബന്ധമുള്ള ടൈമാണെങ്കിൽ വൈകിട്ട് അതിന്റെ ബാജറ് മുത്താരി ഇതൊക്കെ തന്നെ രാവിലെ നമ്മൾ വെള്ളം കൊടുക്കണം. ആ ടൈമിൽ ഒരു 3 പത വായി എടുത്ത് ചമച്ചിട്ട് ആ വെള്ളത്തിന് മുകളിൽ വൈകിട്ട് കൊടുക്കുന്നത്. അപ്പൊ 3 ദിവസം കൊടുക്കാൻ തന്നെ പ്രാവന്റെ ഫിറ്റായിട്ട്. അതേപോലെ ഇപ്പോ പണ്ട് മോർണിംഗിൽ രാവിലെ വിട്ടിട്ട് ടൈം ആക്കുന്ന 89 അങ്ങനെ ചെയ്തോ? ഇല്ലല്ല. ഇപ്പോൾ അന്നൊന്നും ഫസ്റ്റ് പ്രാവശ്യം രാവിലെ ചിലപ്പോൾ നമ്മൾ തയ്ക്കാൻ വൈകി രാവിലെ പുറത്തേക്ക് തയ്ക്കും. 2-3 മണിക്കൂർ തയ്ക്കും. ഒരു 3 മണിക്കൂർ തയ്ക്കുന്നത് പിന്നെ ആ പ്രാവിനെ ഒരു 4 മണിക്കൂർ പറക്കാൻ ബാക്കി വെച്ചിട്ട് വൈകിട്ട് ഇരുട്ടെത്തിക്കാൻ. ആദ്യം നമ്മൾ തുടങ്ങിയ മുതലേ നമ്മൾ ആശാനെ നമ്മൾ പഠിപ്പിച്ചതാണ്. രാവിലെ പ്രാവിനെ തയ്ക്കാൻ മുന്നൊക്കെ പണ്ടൊക്കെ മോർണിംഗിലൊക്കെ അങ്ങനെയൊക്കെയുള്ള അതിന് മുന്നേ ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ രാവിലെ തയ്ക്കിട്ട് രാവിലെ അതേപോലെ ഇപ്പോൾ എന്താ പറയാ, നിങ്ങൾക്ക് ഇതില് മറക്കാനാവാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടോ? നമ്മള് 2002 സംഘടന CPF-ന്റെ 13-14 വരെ പറക്കാനുള്ള കേട്ടോ. 13 മണിക്കൂറും 15 മിനിറ്റ് 7 വരെ സമയം. അന്ന് നമ്മൾ 13-14 പറഞ്ഞു. അന്ന് നമുക്ക് സിനിമാ താരം മാമുപ്പായ പൊന്നാട് അണിച്ചു നോക്കി
എനിക്ക് മറക്കാൻ പറ്റാത്ത 13-14 പറഞ്ഞു മാമുക്കോയ ഓക്കെ ഓക്കെ 13-10 ടോപ്പ് ടൈം. അത് നമ്മൾ അടിച്ച് 13-14 ആക്കിയത് സംഘടന നമുക്ക് നമ്മൾ ആദരിച്ചു. അതായത് മാമുബായെ വിളിച്ച് മാമുബായ ഫംഗ്ഷനിൽ വെച്ചിട്ട് പൊന്നാട് അടിച്ചു അന്ന് 2002. അത് ഇതിലെ ഫോട്ടോ കുറെ കാലം ഉണ്ടായിരുന്നു. ഫോട്ടോ നശിച്ചു. അത് നിങ്ങൾക്ക് എന്ത് ടൂർണമെന്റ് ക്യാഷ് പ്രൈസ് ആണ്? അങ്ങനെ ഒരുപാട് ഗോൾഡില് പിന്നെ ഒരു പവന് ഫസ്റ്റ് എങ്ങനെ ഒരു പവന് ഫസ്റ്റ് ടീമിന് 50 റുപ്യക്കാണ് ടീം ഫീസ് 1000 റുപ്യ. നിങ്ങൾ പറഞ്ഞത് പ്രതികൂലമായ കാലാവസ്ഥയിൽ എങ്ങനെ അങ്ങനെ കുറെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറയാൻ മുമ്പേ അതേപോലെ തന്നെ 2001 ഒരു സിനിമയിൽ കിട്ടിയിട്ട് ഫുള്ള് മഴയാണ്. രാവിലെ മുതലേ മഴയാണ്. ഒരു പേടിയാണല്ലേ ഇത് മഴ അങ്ങനെ മഴ പെയ്യാണെങ്കിൽ മഴ ഭയങ്കര ഇഷ്ടമാണ്. 13-14 ഫുള്ള് മഴ തന്നെ. ഈ 3 വരെ മഴ. അതിന്റെ ശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം 2021 ഫുള്ള് രാവിലെ വിട്ട ദിവസം തന്നെ നല്ല പേര് അത് 16 മത്സരമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ മത്സരവും ഒഴിവാക്കി. എല്ലാവരും മത്സരം ഒഴിവാക്കി. മത്സരം അവസാനിച്ചു. അപ്പോൾ ഒരു പ്രാവ് 9 മണിക്കൂറോളം പറഞ്ഞ ഒരു പ്രാവ് 7-11 വരെ പറഞ്ഞു. 7-11 വരെ 2021 16 മത്സരങ്ങൾ അന്ന് വേറെ പല പല ആൾക്കാർ ഉണ്ടായിട്ട് എല്ലാതും ക്യാൻസൽ ചെയ്തിട്ട് അന്ന് നിങ്ങളെ പ്രാവ് അതിന് സ്ഥാനം കിട്ടിയോ? നമുക്ക് സെക്കൻഡ് എത്തുള്ളൂ. അതിലൊരു പ്രോത്സാഹനം പൈസ അല്ല നമുക്ക് അന്ന് മൂര്യാട്ടുള്ള പേര് മറന്നു നോക്കിയിട്ട് നമുക്ക് 1000 രൂപ ഒരു പ്രോത്സാഹനമായിട്ട്. അപ്പൊ ഇരുമഴത്ത് പറഞ്ഞു ഈ 89 ലക്ഷം നിങ്ങൾ കൂടെ വെച്ചിട്ടേ നിങ്ങൾ പറഞ്ഞില്ല ആദ്യം നിങ്ങൾ 12 സംതിങ് വർക്കില്ലേ? 50 89 12 90 നമുക്ക് 13-1 അതിനുശേഷം പിന്നെ നമുക്ക് അതിനുശേഷം അതിന് മേലേക്ക് സമയമുണ്ട്. 13 സംതിങ് 14 നമ്മൾ ആസാമ നഗരത്തിൽ 13-14 വരെ നമ്മൾ അതിന്റെ ശേഷം നമ്മൾ 95 നമ്മൾ അവിടെ പുറത്ത് മാറ്റി 96 നമ്മൾ കോതിയിലേക്ക് വന്നു. അവിടെ നമുക്ക് വെള്ളം ഈ സ്ഥലത്തിന്റെ പേരാണ് കോതിയിലെ ആദ്യം കാച്ച് ബീച്ച് പറഞ്ഞിട്ട് പറഞ്ഞ സൈഡിൽ കൂടി ബീച്ചിന്റെ സൈഡിലെ അവിടെ നമ്മൾ 5 വർഷം നടത്തി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വെള്ളവർഗുണ്ട്, അതുപോലെ സർട്ടിപ്പുള്ളി, പിന്നെ കത്തങ്ങപ്പുള്ളി. വെള്ളയും കത്തങ്ങയും ജോഡി ഏതാണ്? ഈ വെള്ളയും കത്തങ്ങപ്പുള്ളി. ഓക്കെ. അതിലും ഇവിടെ കുത്തുള്ള വെള്ളം വരും. നിങ്ങൾ ഈ വർഗത്തിന്റെ ഒക്കെ ഇപ്പൊ വെള്ളവർഗം എടുക്കാം, അതിന്റെ ഒക്കെ ആ പ്രാവളെ സവിശേഷതകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് രീതികള്, പറക്കുന്ന രീതികള്, മഴയത്ത് പറക്കുക, അതിനെ പറ്റി പറഞ്ഞാണ് ഓരോ പ്രാവിന്റെ അങ്ങനെ അങ്ങനെ. ഈ വെള്ളവർഗത്തെ നിങ്ങൾക്കല്ലേ ആ പ്രാവിനെ പറ്റി കുറെ കാലമായിട്ട് അറിയാം. നമ്മളതിന് പേരിട്ട് ഓവർവെള്ളം പറഞ്ഞിറങ്ങലില്ല. ഓക്കെ. അതിന് നമ്മളെ ഞാനും എൻ്റെ നസീറും ഉണ്ട്. ഒന്നും കൂടെ ഒരു മത്സരത്തിൽ വിളിച്ചു ചാമ്പ്യൻ 13-11 പറഞ്ഞു. 13-11 ടൈം വരെ എത്തിയിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് മത്സരം സീസണിൽ 6 മത്സരം വിട്ടിട്ടുണ്ട്. 6 നമുക്ക് എറിഞ്ഞു കിട്ടിയിട്ടില്ല. 13 ഇറങ്ങൂല, 8 മണിക്കൊക്കെ ഇറങ്ങുമോ? ഭയങ്കര പറവേണം. പിന്നെ നമ്മളതിനെ മത്സരത്തിൽ വിളിച്ചാൽ 2 മണിക്ക് വിട്ടിട്ട് പകല് പൊലിച്ചൊക്കെ 4 മണിക്കായിരുന്നു തന്നെ കൈ കിട്ടി. ഞാനും കൂടി ഇങ്ങനെ വർക്കില്ല. കാരണം പറഞ്ഞായിരുന്നു ആ പ്രായം 4 മണിക്ക് കിട്ടിയിട്ട് ഒരു ദിവസത്തെ റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ മനസ്സിലാക്കിയിട്ടാണ് ആ പ്രാവിനെ നിങ്ങൾ 2 മണിക്ക് വിട്ടിട്ട് അടുത്ത ദിവസം രാവിലെ ഇറങ്ങിയത്. 4 മണിക്ക് മോർണിംഗ് രാവിലെ രാത്രി ഒക്കെ പറഞ്ഞു 13 മണിക്കൂറോളം പറഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം 14 മണിക്കൂർ ആ പ്രാവ് പറഞ്ഞു 2 മണിക്ക് ഇട്ടിട്ട് 4 മണിക്ക് നമ്മളെ കയ്യിൽ ആ പ്രാവ് വന്നിറങ്ങിയല്ലോ. ഓവർ വെള്ളം എന്ന് പറഞ്ഞ പ്രാവ്. എന്നിട്ട് അന്ന് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നെ ചാമ്പ്യൻ മനസ്സിലായി അന്ന് റെസ്റ്റ് എടുത്ത് അടുത്ത ദിവസം മത്സരത്തിലോട്ട് 6 മണി മത്സരത്തിലോട്ട് വിട്ടിട്ട് അന്ന് അങ്ങനെ വിട്ടു. പറക്കണ കാണും ചെയ്യാൻ താരം വന്നിരിക്കുന്നു. പുറത്തൊന്നും പോകുന്നില്ല, ഇറങ്ങും. 2 മണി 3 മണി 4 മണിയൊക്കെ ആവും. ആട്ടി കൊടുത്തൊന്നും ഇരിക്കില്ല. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നാലും പ്രാവല് വന്ന് മറ്റേ അങ്ങനെ നമ്മൾ രണ്ടാൾ നോക്കി ഇരുന്നിട്ടാണ് വീട്ടിലാക്കിയിട്ട് മത്സരം പിന്നെ കൊടുക്കും ഇതാക്കിയതില്ലേ. ഇങ്ങനെയുള്ള ഈ ഓവർ പറക്കുന്ന പ്രാവലാണ് പിന്നെ നിങ്ങൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പറവ കുറച്ച് കുറയ്ക്കണ്ടേ? നല്ല നമുക്കൊരു നമ്മളൊരു സബ്ജപ്പുള്ളി പ്രാവ് അതിനെ ചേർത്തിട്ടാണ് ഈ തെളിഞ്ഞ സബ്ജപ്പുള്ളി സബ്ജപ്പുള്ളി വിരിഞ്ഞ് ചപ്പുള്ള പുള്ളി മൈനപ്പുള്ളി ഈ ഓവർ വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുവന്നാണ് എങ്ങനെ ഉണ്ടാക്കിയത്? അത് അങ്ങനെ ഓവർ പറക്കുന്നത് ഇപ്പൊ എല്ലാവരും
ഇന്ന് എല്ലാവർക്കും അങ്ങനത്തെ പ്രാവാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് പ്രാവ് 20 മണിക്കൂർ അങ്ങനെ അങ്ങനെയുള്ള നമ്മള് 95 അന്നുള്ള പ്രാവ് അല്ലേ? അന്ന് നമ്മള് KHBC ഒഴിവാക്കി നമ്മൾ ഇങ്ങോട്ട് കൂട് മാറ്റി 95 96 നമ്മൾ കൂട് മാറ്റിയ അപ്പൊ നമ്മള് പുറത്തു പോയിട്ട് കൊടുക്കുന്ന പ്രാവാണ് പറഞ്ഞു കൂടുന്നുണ്ടല്ലേ? അത് പുറത്ത് നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ തമിഴ്നാട് കോയമ്പത്തൂർ അതിൽ പെട്ട പ്രാവാണ്. അതിൽ വിരിഞ്ഞാണ് കൈരപ്പുള്ളി പെണ്ണുണ്ട് നമ്മുടെ വീട്ടിൽ പറഞ്ഞ 12 പറഞ്ഞു അതിനൊരു തുണി നോക്കിയിട്ടാണ് വെള്ളപ്രാവ്. പിന്നെ അതിന് പല പ്രാവും ചേർന്നായിരുന്നു. പിന്നെ അപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ ഈ അന്ന് ആ പ്രാവിനെ നിങ്ങൾ 2 മണിക്ക് വിട്ടിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് വിട്ടിട്ട് മോർണിംഗ് 4 മണിക്ക് വരുന്നത്. ആ പ്രാവിനെ നിങ്ങൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തു, അടുത്ത ദിവസം വിട്ടു 6 മണിക്ക്. അപ്പൊ നിങ്ങൾ ഈ റെസ്റ്റ് ഉള്ള ദിവസം അതിനെന്താ ഫുഡ് കൊടുത്തു? ചിലർ പട്ടിണി എന്നൊക്കെ പറയില്ലേ, പട്ടിണി കൊടുക്കാനായിട്ടുള്ള ഇറങ്ങിയ സമയത്ത് ഭക്ഷണം കൊടുത്തു. പ്രായം പറഞ്ഞാൽ മതിയായിട്ട് അത് പുറത്താവണില്ല. ഇല്ലില്ല. ഇപ്പൊ തന്നെ നമ്മൾ വാങ്ങി കൊടുക്കല്ലോ, വാങ്ങി കൊടുത്താൽ അതിന്റെ സ്ഥിതി. അപ്പൊ സാധാരണ നമ്മൾ വാങ്ങി കൊടുക്കില്ല, 3 മണിക്ക് ചുറ്റിപ്പ് എന്ന് പറയുന്നത് ചുറ്റിപ്പ്. അപ്പൊ ആ പ്രാവ് വാങ്ങി കൊടുക്കാനും സാധാ വിടല് എന്താണെന്ന് വെച്ചാൽ അത് ഒരു 2 മണി 1 മണി 12 മണി ഇറക്കണം. നമ്മൾ മത്സരമാകുമ്പോൾ നേരത്തെ അടി കൊടുത്തിട്ട് 10 12 മണിക്ക് ഇറങ്ങി കിട്ടിയാൽ പിറ്റേന്ന് പറക്കല് അത് ഇറങ്ങലില്ല. 8 മണിയൊക്കെ ആവും. 8 മണി 9 മണിക്കൊക്കെ മത്സരം വിട്ടാലേ ഇറങ്ങുള്ളൂ. അത് തന്നെ പറഞ്ഞു. അപ്പൊ ഈ 2 മണിക്ക് വിടാന്ന് പറഞ്ഞാൽ വിട്ടു എന്ന് പറഞ്ഞില്ല പ്രാവിനെ 4 മണിക്ക് ഇറങ്ങി. നമുക്ക് ഒരു പ്രാവിനെ തന്നെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പഠിക്കാൻ പറ്റും. നിങ്ങൾ 2 മണിക്ക് വിട്ടിട്ട് പുലർച്ചെ 4 മണിക്ക് ഇറക്കിയെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വിട്ടിട്ട് ആ പ്രാവിനെ അതിന് മുന്നേ ഇവിടെ വിട്ടത് അതിന് സാധാരണ അത് ചുറ്റി അതിന് മുന്നേ വിട്ടത് ആ പ്രാവിനെ അതിന്റെ മുന്നേ വിട്ടിട്ട് ഒരു മത്സരം വിട്ടതാണ് 13 മത്സരം. അതിന്റെ മുന്നത്തെ മത്സരത്തിൽ നമ്മൾ വാങ്ങി കൊടുത്തിട്ട് സാധാരണ 2 മണിക്ക് വാങ്ങി കൊടുത്തിട്ട് അത് 11 മണിയാകുമ്പോൾ ഇറങ്ങി കിട്ടി ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അതിനെ നിർത്തി അതിന്റെ കൂടുതലുള്ള പ്രാവ് സാധാരണ നോർമലായിട്ട് നമ്മൾ പ്രാവ് കാട്ടി കൊടുത്തായിരുന്നു. ഈ പ്രാവാണ് ഇറങ്ങാത്തത്. അതിനായിട്ടും കൂടെ മത്സരം വിട്ടു നമുക്ക് 8 മണിക്ക് ഇറങ്ങി കിട്ടി. അതിന് മുന്നേ വിട്ടു. ആ കഴിഞ്ഞിട്ട് 4 ദിവസം നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ടാണ് 2 മണിക്ക് ഇതിനെ വാങ്ങി. 4 മണിക്ക് ഇറങ്ങി കിട്ടിയപ്പോൾ ഭക്ഷണം കൊടുത്തിട്ട് വിട്ടത് മത്സരം വിട്ടാണ്. പറക്കൊന്നും നമുക്കറിയില്ല. 4 റെസ്റ്റ് കൊടുത്തങ്ങൾ 4 ഒരു മത്സരത്തിന് ശേഷം അത് ഇപ്പം 3 റെസ്റ്റ് കൊടുക്കണം. ആദ്യം 5 റെസ്റ്റ് 6 റെസ്റ്റ്. ഇത് പറഞ്ഞത് ഏത് വർഷം പറഞ്ഞത്? ഇത് 2019. 2019. ഒരു 4 റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ 2 ചുറ്റി കൊടുത്തു. 2019 2009. അതാണ് 2009. ആ ഒരു 13 കൊടുത്തിട്ട് നിങ്ങൾ 4 റെസ്റ്റ് എടുത്തിട്ട് ഒരു ചുറ്റിപ്പൊടുത്തു 2 മണിക്ക്. അത് 4 മണിക്ക് ഇറങ്ങി. അതിനുശേഷം നിങ്ങൾ 6 മണിക്ക് വിട്ടിട്ട് 7:11 ടൈമിൽ ഇറങ്ങിയില്ലേ? ആ പ്രാവ് ഓവർ വെള്ളം അല്ലേ? ഓവർ വെള്ളം. ആ പ്രാവ് ഇപ്പൊ ഉണ്ടോ? ആ കഴിഞ്ഞെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ പ്രാവ് അതിൽ പെട്ട പ്രാവ്, അതിൽ മിക്സ് ചെയ്ത പ്രാവാണ്. അതിന്റെ ആളുകൾക്ക് ആ പ്രാവ് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഷോക്ക് അടിച്ചിട്ട് വെയിലിന്റെ മേലെ രാത്രി തന്നെ കാണാൻ ഇരുന്നിട്ടില്ലേ? പ്രാവ് പറക്കുമ്പോൾ മേലെ പറക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. താഴെ വരാനായിട്ട് അതിന്റെ മേലെ അടിച്ചു വെച്ച് ചട്ടതായിട്ട്. അപ്പോൾ നമ്മൾ ഓവർ വർഗത്തിന്റെ രീതികൾ അങ്ങനെയാണ്. പെരുമഴത്തും പറക്കും, വെയിലത്തും പറക്കും. വെയിലത്തും പറക്കില്ല, നല്ല തിരുവെയിലത്ത്. പെൺകുഞ്ഞിനെ ഇറങ്ങിയാൽ നമുക്ക് ഇറങ്ങി കിട്ടില്ല. ഞാൻ കണ്ണൂരിൽ കൊടുത്തത് പെൺപ്രാവിലെ ഇറങ്ങുമ്പോൾ ഒതുങ്ങി കിട്ടും. ആൺപ്രാവ് 11, 17, 13, 21 ഈ മറ്റേ നമ്മള് 13, 11 ഇറങ്ങിയെന്ന് പറഞ്ഞത് ആൺപ്രാവാണ്. ആൺപ്രാവില്ല ഈ കാണിച്ചത്. അത് പെൺപ്രാവായിട്ട് ബന്ധമുള്ള പ്രാവാണ്. ആൺപ്രാവ് വേറാണ്, പെൺപ്രാവ് അതിൽപ്പെട്ടതാണ്. പെൺപ്രാവിന്റെ ഇതൊക്കെ വരികയാണെങ്കിൽ ഓവറാണല്ലേ? ഈ പെൺപ്രാവാണ് നിങ്ങൾ കോയമ്പത്തൂരിൽ കൊടുക്കുന്നത്? കോയമ്പത്തൂർ കൊടുത്തത് ഒരു മൈനപ്പുള്ളി ആണാണല്ലേ? ആണിന്റെ വർഗത്തേക്ക് വരികയാണെങ്കിൽ കുറച്ച് കൈരപ്പുള്ളിയാണ്. മത്സരം വിട്ട് 11 മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ. പെൺപ്രാവ് വലിയ അമ്മ ആ ലൈനിൽ വരികയാണെങ്കിൽ ഓവറാണ്, അധികം ഓവർ വരും. അതിന് വെച്ചാല് ഫസ്റ്റിൽ നമ്മൾ രാവിലെ മെരുക്കാൻ വേണ്ടിയിട്ടാൽ തന്നെ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നല്ല പറഞ്ഞു നടക്കണം. 2 മണിക്കൂർ പറഞ്ഞത് പിറ്റേന്ന് കിട്ടാൻ ഞാൻ പറക്കാൻ നടക്കും. 8 മണിക്കൂർ 9 മണിക്കൂർ മേലും പറക്കൂലേ? അതേപോലെ ഇപ്പൊ നിങ്ങളിപ്പോ ഈ കൂടിന്റെ ഒക്കെ സൈഡിൽ അവിടെയും ഇവിടെ ഒക്കെ പ്രാവ് കൂടുണ്ടല്ലോ, അവിടെ ഒക്കെ പ്രാവ് കൂടുമല്ലോ വൈകുന്നേരം നേരത്തൊക്കെ. അപ്പൊ അതിലൊക്കെ കയറി നിങ്ങള് പ്രാവ് പോവോ? അത് മിക്സ് ആവും. വരൂല്ലേ? അധികം അങ്ങനെ ഇതായി പോകും. കൂടിയിട്ടൊന്നും പറഞ്ഞങ്ങനെ തോന്നുന്നില്ല. ഇട്ട പലത് ഫോക്കസ് ചെയ്ത്. ഓക്കെ.
അപ്പോൾ വെയിലത്തും ആ വെള്ളം ഓരോ വെയിലത്തും ഇപ്പൊ ആ സെറ്റപ്പുള്ള ജാതി ജോഡി ഉണ്ട് ഒന്നിട്ട് ആൺപ്രാവ് ഉണ്ടാവും പെൺപ്രാവ് ജോഡി സെറ്റാക്കാൻ നേരെ കിട്ടിയില്ല 12 വർഷം നമ്മൾ ക്രോസായിട്ട് ആ പ്രാക്ടർ പറഞ്ഞിട്ടുണ്ടല്ലേ വെള്ളപ്രാവ് വെള്ളം പറഞ്ഞത് ഒത്തിരി വർഷം നമ്മൾ തന്നെ ഉണ്ടാവും അതിനുശേഷമാണ് പിന്നെ ജോഡി. അതെ, അതിപ്പോ ആരോടും ചോദിക്കുകയാണെങ്കിൽ 3 സ്റ്റാറിന്റെ വെള്ളപ്രാവ് അതേപോലെ വാൽക്കറുപ്പ് എന്ന് പറയുന്നുണ്ടല്ലോ, അങ്ങനെ ഉണ്ടോ? എല്ലാവരും വരുന്നതാണ് വാൽക്കറുപ്പായിട്ട് പൈനപ്പുള്ളിയല്ലോ ജോഡി ഉള്ളത്. അതില് വെള്ള ചപ്പുള്ള ചപ്പുള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? ഊരിന്റെ വെള്ള കറുപ്പ് വരുന്നത്. അങ്ങനെ കറുപ്പ് വന്നു വെച്ചിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? പ്രത്യേകത ഒന്നുമില്ല. അതേ പറമ്പ പറക്കും. അത് ആൺപ്രാവാണെങ്കിൽ നമുക്ക് ഒതുങ്ങി കിട്ടും. പെൺപ്രാവ് ഇങ്ങനെ ഒതുങ്ങാത്ത കൂടുതൽ പറത്താൻ വേണ്ടി ശ്രമിക്കലില്ല. ബ്രീഡിങ്ങിന്. അപ്പൊ നമ്മൾ ഈ ഒരൊറ്റ ലൈനും പ്രാവിനെ പറ്റി തന്നെ പറയാൻ തന്നു കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ മറ്റേ സബ്ജപ്പുള്ളി തന്നില്ലേ? നിങ്ങളെ പ്രാവിനെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാം. ആ ഒരു ഇപ്പോൾ 3 സ്റ്റാറിന്റെ വെള്ളപ്രാവ് ആൾക്കാരെല്ലാവരും പറയുന്നുണ്ട്. ഇന്ന് ഇവിടെ ഉള്ള ഐറ്റം നിങ്ങൾക്കെല്ലാം അറിയാം. വേറെ ഉള്ള സബ്ജപ്പുള്ളി പിന്നെ 2009 ശേഷമാണ്. 2009 നമ്മൾ ജോഡി സെറ്റാക്കുന്നത്. 2009 അത് കോയമ്പത്തൂരിലെ നാഗരാജൻ അവിടെ പോയിട്ട് നമ്മൾ ഞാൻ സബ്ജപ്പുള്ളിനെ കൊടുക്കുന്നതാണ്. സബ്ജപ്പുള്ളി അത് നമ്മളിവിടെ നമ്മൾ പുറത്തുനിന്നൊരു കൂടും പ്രാവ് ഫീമെയിൽ ഒരു കൂടും പ്രാവ് കൊടുത്തതിൽ ഒരു സബ്ജപ്പുള്ളി ആടിനെ കിട്ടാൻ ജോഡി ചേർത്തിട്ടായി സബ്ജപ്പുള്ളി. ആ സബ്ജപ്പുള്ളി നല്ല പറക്കലാണ്. 27 ഒക്കെ അതിന് പറഞ്ഞിട്ടാണ്. അതായത് 5-6 വർഷം പോലെ ആ പ്രാവ് തുടർച്ചയായിട്ട് പറഞ്ഞു. 2009 സബ്ജപ്പുള്ളി പറഞ്ഞല്ലേ? ഇപ്പൊ പിന്നെ അതില് പ്രാവുണ്ട്, ആണും പെണ്ണും ഒറ്റട്ടുണ്ട്. അപ്പൊ ആ പ്രാവ് നമ്മള് സബ്ജ കഴിഞ്ഞിട്ട് 27 പറഞ്ഞിട്ടുണ്ട്. സബ്ജ അതിൽപ്പെട്ട 27 പറഞ്ഞിട്ടുണ്ട്. സബ്ജപ്പുള്ളിയാണ് പെൺപ്രാവ് സബ്ജാണ്. പെൺപ്രാവ് സബ്ജ ആൺപ്രാവ് സബ്ജപ്പുള്ളി. പെണ്ണുങ്ങള് ഇവിടുന്ന് കൊടുക്കുന്നത് അതിന്റെ പറക്കല് രീതിയൊക്കെ എങ്ങനെ? അത് ഒരു അരക്കിട്ടാ പറക്കല്. കയ്യിൽ നിന്ന് വിട്ടാൽ പിന്നെ റൗണ്ട് ചെയ്ത് അലമ്പ് പറക്കലും പറക്കലില്ല. അലമ്പ് പറക്കലും പറക്കലില്ല. വിട്ടാൽ അവിടെ ഒരു മേടി ലെവലിൽ അയച്ചിൽ പോയിട്ട് ആ പറക്കൽ നിന്നിട്ട് പറക്കും. പിന്നെ 6-4 ശേഷം നമ്മളെ സ്പോർട്സിൽ റൗണ്ട് ചെയ്യും. അവിടെ റൗണ്ട് അപ്പോൾ നമ്മളിപ്പോ ഇതിലിപ്പോ നമ്മളെ ഈ വീഡിയോ ഒക്കെ കാണുന്നത് അറിയണവരുണ്ടാവും കുറെ ആൾക്കാർ. ഇതിന്റെ രീതികളൊക്കെ ഒന്നും അറിയാത്ത എങ്ങനെ പറത്ത എങ്ങനെ ഇതിനെ ഇരുത്തുക, എങ്ങനെ ഇതിനെ മത്സരത്തിലേക്ക് തയ്യാറാക്കുക ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു മത്സരത്തിന് 7:30-7:30-ഒക്കെയാണല്ലോ ഇറക്കുക 13 മണിക്കൂറിൽ. അപ്പോൾ നിങ്ങൾ ഏകദേശം എത്ര മണിക്ക് ഇറക്കി തുടങ്ങല്? ഇരുത്തൊക്കെ എങ്ങനെ പഠിപ്പിക്കുക? അതിന്റെ രീതിയൊക്കെ എങ്ങനെ? ഞാൻ പറഞ്ഞത് രാവിലെയാണ് പുറത്തോട്ട് തയ്ക്കല്. അതൊരു 2-3-4 മണിക്കൂർ വരെ രാവിലെ പറത്തും. അപ്പോൾ രാവിലെ പറത്തണമെന്ന് വെച്ചാൽ നമുക്ക് കൈക്കിൽ നമ്മൾ പ്രാവാട്ടി കൊടുത്ത് ഒതുങ്ങി കിട്ടുന്ന പ്രാവാണെങ്കിൽ മാത്രമേ അതിനെ വൈകിട്ടാക്കുള്ളൂ. അല്ലെങ്കിൽ ഇരുട്ടടിച്ചു പോകും. രാവിലെ ഒരു 4 മണിക്കൂർ, ഇന്നിപ്പോൾ ഒരു 2 മണിക്കൂർ പറഞ്ഞാൽ 3 മണിക്കൂർ പറക്കാൻ കേട്ടിടും. കുട്ടികളുടെ ഒരു 4 മണിക്കൂർ പറക്കാൻ കേട്ടിടും. 4 മണിക്കൂർ പറഞ്ഞിട്ട് നമ്മൾ പ്രാവാട്ടി കൊടുത്ത് വരാണെങ്കിൽ അപ്പോൾ ഒരു 2:30-3 മണിക്ക് വിടും. ഒരു 4 മണിക്കൂർ വൈകിട്ട് പറക്കാൻ. അപ്പോൾ ഏകദേശം ഒരു 7 മണി 6:30 പ്രാവ് ആക്കി കൊടുത്തിട്ട് പ്രാവുകളൊക്കെ തുറന്നു വിടുക. നെറ്റിന്റെ കുറച്ച് മെനക്കെടാണല്ലോ അത് കുറച്ചില്ലേ? പിന്നെ പ്രാവ് ആട്ടി കൊടുത്തിട്ട് തന്നെ പ്രാവിനെ ഇറക്കുള്ളൂ. പ്രാവ് ആട്ടി കൊടുത്തിട്ട് എപ്പോഴും പ്രാവിനെ ആട്ടിനെ ഇരിക്കും. താനെ ഇരുത്താൻ വേണ്ടി ശ്രമിക്കും. അത് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 7-10 പേരൊക്കെ പ്രാവ് ആട്ടി കൊടുത്തിരിക്കും. പിന്നെ മത്സരത്തിൽ പ്രാവ് പ്രാവ് വന്ന് ഇങ്ങനെ കളിക്കും പ്രാവ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രാവിനെ കാണാതാകുമ്പോൾ കുറച്ച് അങ്ങനെ മിനിറ്റ് കൂടി കിട്ടി പ്രാവ് നല്ല ഇഷ്ടമായാൽ സെഡിന് മേലെ പ്രാവിനെ തന്നെ വരെ. ഇത് മത്സരമായതുകൊണ്ട് ഇതിനൊരു നല്ല സമയം കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതിന് ആദ്യം നമ്മള് പ്രാവിനെ അടിച്ച് കാണിച്ചു കൊടുക്കുമ്പോ പ്രാവ് ഇങ്ങനെ കാത്തു നിൽക്കും. എന്താ കണ്ടിട്ടേ ഇറങ്ങുള്ളൂ. മത്സരത്തിന് പ്രാവ് കാണാൻ വേണ്ടി കാത്തിരിക്കും. മത്സരത്തിന്റെ അന്ന് ഈ പ്രാവിന് സിഗ്നലാണ് ഇരിക്കാൻ വേണ്ടി ടൈം ആയിട്ടുള്ളതാണ് പ്രാവ് കാട്ടി. അല്ല 13 മണിക്കൂറിൽ ഈ കാണിച്ചെടുത്ത് ഇരുത്തുന്ന പരിപാടി ഇല്ലല്ലോ. 13 മണിക്കൂറിൽ മത്സരത്തിൽ കാണിക്കാൻ പറ്റില്ല. അപ്പൊ മത്സരത്തിൽ തന്നെ പ്രാവ് കാണാതെ ഇരിക്കുള്ളൂ. പ്രാവ് ഇങ്ങനെ കളിക്കും. ഇരുന്നിട്ട് ഇരിക്കാൻ ഓവറാവും. ടൈം കഴിഞ്ഞാൽ ഭാഗ്യത്തിന്റെ അല്ലേ ഒരു ഭാഗ്യം. നിങ്ങൾ കുറെ നല്ല ഭാഗ്യം കിട്ടിയിട്ടില്ലേ? മത്സരത്തിലേ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ. എങ്ങനെ മത്സരത്തിലാണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? വെറുതെ വിട്ടിട്ട് പ്രാവിന് വലിയ അസ്വസ്ഥത ഉണ്ടെങ്കിൽ മത്സരം വിട്ടിരുന്നവര് ദൈവം അനുവദിച്ച അസ്വസ്ഥത കണ്ടിട്ടില്ല. കൂടുതലും
മുന്നേ മത്സരം പറക്കാത്ത ഒരുപാടുണ്ട്. 100 മത്സരം കിട്ടുകയാണെങ്കിൽ എന്തായാലും 75% നമുക്ക് മത്സരം കൊണ്ടുണ്ട്. വിജയം മത്സരത്തിൽ എങ്ങനെയെങ്കിലും മത്സരം പ്രാന്തം. അതെ അതെ, അങ്ങനെയുള്ളൊരു ടീം ശരിക്കും കോഴിക്കോട് 3 സ്റ്റാർ ഗോതിന്റെ ആദ്യം നമ്മളെക്കാട്ടി പറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ ഉണ്ട്. ഒന്നുമില്ല, ഇപ്പൊ എല്ലാവർക്കും പ്രാന്തം. അതെ. പിന്നെ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു? ഇപ്പൊ നമ്മളെ ചുറ്റുവട്ടത്ത് എന്റെ ചുറ്റുവട്ടത്ത് ഒരു 10 കൂടുതലുണ്ട്. മത്സരം വിടുന്നുണ്ട്. ഇവരൊക്കെ നല്ല രീതിയിൽ എല്ലാവരും. പക്ഷെ തുടർച്ചയായിട്ട് കുറെ മുമ്പേ മുതൽ 10-30 കൊല്ലം മുതൽ നമ്മളെ പറവ നിലനിൽക്കണത്. നമ്മളെ വഴി ഇതിപ്പോ ഒരു അഹങ്കാരം പറയല. ഇനിയിപ്പോ ഇവർക്ക് ഒരു 30 കൊല്ലം ഒരു 30 വർഷം കിട്ടിയാൽ നമ്മളെ മാതിരി എത്തൂല. പക്ഷെ നമ്മളെക്കാട്ടി ഇപ്പം പ്രാവ് പറത്തണം കുറെ ആളുകളുണ്ട്. അത് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നു. ഇപ്പൊ എല്ലായിടത്തും പ്രാവ് പറത്തുന്നുണ്ട്. നമുക്ക് ഈ 30 വർഷത്തിൽ ആകെ ഞാൻ പറഞ്ഞ 2017 ഒരു വർഷം മാത്രമേ ഉള്ളൂ നമുക്ക് മത്സരത്തിൽ പ്രാവ് പറക്കാം. അതെന്താ അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാവ് കട്ടുണ്ട്. ജനുവരിയിലാണ് പ്രാവ് കട്ടുണ്ട്. ജനുവരി സീസണിന്റെ ടൈമില് ഉള്ള ടൈമിലാണ് എല്ലാ പ്രാവും ഒരു സ്ഥലത്തേനും എല്ലാ പ്രാവിനെയും കട്ടുണ്ട്. 10-40 പ്രാവിനെ നമുക്ക് മിസ്സായി. പിന്നെ ബാക്കിയുള്ള പ്രാവിന് നമ്മൾ ആ സമയത്ത് നമ്മൾ പാർട്ണർ ആയിട്ടുണ്ടായിരുന്നല്ലേ? അപ്പൊ നമ്മളിട്ടുണ്ട് നസീർ ജയ്സിലൊക്കെ നമ്മളിട്ടുണ്ടായിരുന്നു. അല്ല, അതിനുശേഷമാണ് നിങ്ങള് എന്താണ് ഈ കുറെ പാർട്ട്നേഴ്സ് ഒക്കെ വെച്ചിട്ട് അവരെ ബ്രീഡ് എന്നാലും നിൽക്കുള്ളൂ എന്നുള്ള ഇതിലാണോ പലയിടത്തും അങ്ങനെ കൊടുത്താണോ? 3 സ്റ്റാർ എന്ന് പറഞ്ഞാല് ഒരു 3-4 കൂടുതലുണ്ട്. സംസ്കൃതിയിൽ നമ്മൾ നെജുണ്ട്. നല്ല ബ്രീഡിംഗ് കേജ് ഒക്കെ അവിടെ ഓരോരുത്താണ്. ഒരിപ്പോ അവന് ജോലി സംബന്ധമായിട്ട് പറക്കണില്ല. നല്ല രീതിയിൽ പ്രാവ് പറത്തി. ഒരു സീസണിൽ 5, 13, 6, 13 ഒക്കെ അടിപൊളിയായിട്ട്. 3 സ്റ്റാർ കോതിയല്ല, 3 സ്റ്റാർ SM സ്ട്രീറ്റ് ഓരോ കൂട്ടില് നല്ല പറഞ്ഞു. പിന്നെ നമ്മളൊരു കൂടുതൽ ഇവിടെ പ്രാവ് ഒരു കുഞ്ഞെടുത്ത് നമുക്ക് തരും. അങ്ങനെ ഉള്ളതുകൊണ്ടൊക്കെ ആവൂല, പ്രാവ് ഉള്ളതുകൊണ്ടൊക്കെ പ്രാവ് നല്ല പ്രാവ് അല്ലെങ്കിൽ പറത്താനും പറ്റുന്നത്. പ്രാവ് വേണം, പ്രാവും വേണം, മെനക്കെടാൻ ആളും വേണം. ഈ നെജു നല്ല പ്രാവ് പറത്തിയ ആളാണ്. മെനക്കെടാൻ ടൈം കിട്ടുന്നില്ല. നല്ല സമയമാണ് പിന്നെ വേറെ കാരണം നമ്മളിത് ഇങ്ങനെ ചോദിക്കുന്നത് ഈ തൃശ്ശൂർപതി അങ്ങനെ അല്ലെ ഒരു ടീമായിട്ടാണ്, ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട്. ഇപ്പൊ നമ്മള് 3 സ്റ്റാർ വേറെ പേര് പറയാത്ത പാർട്ണർമാരുണ്ട്. ആള് ഞാൻ നടത്തും. ഒറ്റക്കൊരു കാര്യം ഞാൻ ഒറ്റക്കല്ല തോന്നി ചെയ്തു. ഒരുപാട് ആളുകൾ എല്ലാവരും ഉണ്ടെങ്കിൽ തന്നെ കഴിയും. ഒറ്റക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ ഒരാൾ ഇപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാവും. ഒരാൾ ഐഡിയ ഒക്കെ കാര്യങ്ങൾ നടക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെ. നമ്മൾ ആസാന്റെ കീഴിലാകുമ്പോൾ ആസാൻ എന്താണ് പറയുന്നത് അത് നടക്കുള്ളൂ. അത് നമ്മളെന്താണ് പറയുന്നത് നമ്മുടെ കീഴിലുള്ള ആളുകൾ ചെയ്യും. അതിന്റെ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. നെഗറ്റീവായാലും പോസിറ്റീവായാലും എല്ലാവരും ഉത്തരവാദിയാണ്. അപ്പൊ ഈ കഴിഞ്ഞ സീസണിൽ നമുക്ക് 1,00,000 രൂപ പ്രൈസ് മണി. 1,00,000 അതാണ്. അതിൽ കൂടുതലൊക്കെ പൈസ ഇപ്പോഴാണ് പ്രൈസ് മണി കൂടുതലുള്ളത് ഈ വർഷമൊക്കെ. അപ്പൊ ഒരു 10 വർഷം അങ്ങോട്ട് 5,000 രൂപക്കാണ് പ്രൈസ് മണി. ഇന്നത് 1,00,000 വരെ പ്രൈസ് മണി. വ്യത്യാസം. ടീം ഫീസ് കുറച്ച് മുമ്പാണെങ്കിൽ 50, 100, 250, 200 രൂപ ഒക്കെ ഉള്ളത്. ഇന്ന് 1000 രൂപയാണ് ടീം ഫീസ്. 13 മണിക്കൂർ ഒന്ന് ബൈക്കൊക്കെയാണ് പ്രൈസ് മനസ്സിലാതെ. പിന്നെ വേറെ എന്തൊക്കെയാ ഇതിൽ നിങ്ങൾക്ക് പ്രൈസുകളായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്? നമുക്ക് ഇങ്ങനെ ഫാന് അന്നൊക്കെ സ്പോൺസർ മത്സരത്തിൽ TV, ഫ്രിഡ്ജ് അങ്ങനെയൊക്കെ കിട്ടിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം നമുക്കൊരു ഫ്രിഡ്ജ് കിട്ടി. ഗോൾഡ് ഈ കോഴിക്കോട് സംഘടന സ്പോൺസർ ടൂർണമെന്റ് നടത്തിയ വർഷം നമ്മളാണ് അടിച്ചത്. അതാണ് ഒരു പവൻ ഗോൾഡ് കിട്ടിയത്. ഒരു പവൻ ഗോൾഡ് ഗോൾഡൊക്കെ കിട്ടി. പ്രൈസൊക്കെ ഒരുപാട് കിട്ടി. അതുപോലെ നമ്മളെ തന്നെ പല കൂട്ടുകാരുണ്ട്. ഒരിക്കലും ഇപ്പൊ പ്രാവ് എല്ലായിടത്തും പറക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇപ്പൊ ഇനിയിപ്പോ അൺലിമിറ്റഡ് ഒക്കെ നോക്കാനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മള് 500 ഫസ്റ്റ് ആയിട്ട് മത്സരം നിങ്ങൾ 13:30 വിടുന്ന പ്രാവളത്തിന്റെ അതേ പ്രാവിനെ വിട്ടല്ലേ 13, 23 ഈ ഓവറാവുന്ന പ്രാവളൊക്കെ അങ്ങനെ വിട്ട് കഴിഞ്ഞാല് പറഞ്ഞ അൺലിമിറ്റഡ് മത്സരം നമുക്ക് അതിനെ പറ്റി അറിയില്ല, അതിനെ ചിന്തിച്ചിട്ടും ഇല്ല. അല്ല ആ പ്രാവള് ഇപ്പോഴും ഇല്ല. ഇപ്പൊ ഉണ്ട്. ആ പ്രാവിന്റെ വീര്യം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ സെറ്റപ്പ് ആയിട്ട് ഒന്ന് മിക്സ് ആയി പോയി. നമ്മള് വേറെ പ്രാവൊക്കെ മിക്സ് ആയി ഇപ്പം പ്രാവില്ല, കിട്ടായില്ല. എനിക്കെട്ടാലും കാക്ക നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ ഇനി വരുന്ന സമയത്ത്. അപ്പൊ നമ്മളിപ്പോ സബ്ജിപ്പുള്ളിനെ പറ്റിയായിരുന്നു. ഓവർ വെള്ള സബ്ജിപ്പുള്ളി ഇനി വേറെ ഇനി പിന്നെ നമ്മള് ഈ പറഞ്ഞ വെള്ളം ക്ഷീണമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ കാണുന്ന ആൾക്കാർക്ക് ഇത് എനിക്കായാലും
ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ നമുക്കിത് കേൾക്കാനുള്ള രസമാണ്, അതേമാതിരി ഇത് കാണുന്ന ആൾക്കാർക്ക് പലർക്കും ഇതുണ്ടാവും, ഓരോ പ്രാവ് ഏതൊക്കെയാണ് അറിയാനുള്ളൊരു ഇതുണ്ടാവും. പിന്നെ ഇപ്പൊ ഈ 2018 അവിടെ ഇങ്ങോട്ട് 2018 18, 19, 20, 21 ഇപ്പൊ 5ാമത്തെ വർഷമാണ്. വെള്ള കത്തമ്പുള്ളിയാണ്. വെള്ളനായിട്ട് കത്തമ്പുള്ളി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഇരിഞ്ഞ കുഞ്ഞമ്മരാണ് കത്തങ്ങപ്പുള്ളിയാണ് പറഞ്ഞത്. ഇപ്പൊ 36 പറഞ്ഞതും കത്തങ്ങപ്പുള്ളിയാണ്. 36 കത്തങ്ങപ്പുള്ളിയാണ്. ഇത് പടപ്പറാണ്. അത് ഈ കത്തങ്ങ കളർ എവിടുന്ന വരുന്നത് നിങ്ങളെ കൂട്ടിലൊക്കെ എങ്ങനെയാ? അത് ഈ വെള്ള കത്തങ്ങ വന്ന പ്രാവാണ്. അത് ഈ വെള്ളയില് ഈ പറഞ്ഞ പോലെ തന്നെ മേനപ്പള്ളിയിൽ ഒരു കത്തങ്ങ വിരിഞ്ഞാണ്. അത് നമ്മൾ വെള്ളയിൽ തന്നെ ചേർത്തിട്ട് അങ്ങനെ പാല് കത്തങ്ങ ആയിട്ടാണ് വരുത്തും. ഇപ്പൊ ചെറുക്കും പാലും കത്തങ്ങ ആയിട്ട് വരും. ചെമ്പപ്പുള്ളി അല്ലല്ലേ? അത് നല്ല പറവാണ്. ഇപ്പൊ ഈ വർഷം കഴിഞ്ഞ വർഷം പറഞ്ഞു 1336 പറഞ്ഞല്ലേ, അൺലിമിറ്റഡ് ആദ്യമായിട്ട് വിടാൻ. അത് നമുക്ക് ആ ജോഡിയിൽ 4 കുഞ്ഞു കിട്ടിയിട്ട് ഒന്നും മിസ്സായി, ബാക്കി 3 കുഞ്ഞിപ്പോ. അത് അൺലിമിറ്റഡ് ആണ്. എത്ര മണി വരെ പറക്കണ്ട? 6 മണിക്ക് വിട്ടിട്ടല്ലേ? 6 മണി വിട്ടിട്ട് എത്ര രാവിലെ 6 മണി വരെ ടൈം 24 മണിക്കൂർ. അത് ഏത് സംഘടന നിങ്ങൾ വർക്ക്? അത് സംഘടന അല്ല, അത് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് മലബാർ ടീച്ചർ ഫ്രണ്ട്സ് ഫാമിലി. അതാണ് അതല്ല ടീച്ചർ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒരു നടത്തിയത്. അതിൽ 1ാം സ്ഥാനം 16 മണിക്കൂർ എന്നാണ് ഇബ്രാഹിം കേട്ട് അടിച്ചത് പാലക്കാട്. എത്ര പറഞ്ഞത്? 16 മണിക്കൂർ 16 സെക്കൻഡ് 18 ചെയ്തത്. നമ്മൾ 7ാം സ്ഥാനത്താണ്. നമുക്ക് 7ാം സ്ഥാനം, നമുക്ക് 1ാം സ്ഥാനം കിട്ടിയാൽ മതിയാണ്. നമ്മളെ ടോപ്പ് ടൈം 13:33 ആദ്യം അവിടെ കോഴിക്കോട് സംഘടനയിൽ 36 മാറ്റി. 33 വരെ കാരണം എന്ന് വെച്ചാൽ 5 മിനിറ്റ് നേരത്തെ അന്ന് സംഘടന ചാൻസ് കൊടുത്തു. ഇന്ന് 5:58 പ്രാവശ്യം അന്ന് 5:53 വിടാം. 5:53 13:30 വരെ ടൈം. രാവിലെ 5:55 ടൈം പിടിക്കുക. അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 35 വരെ സമയം കിട്ടും. 35 വരെ സമയം. അതിൽ നമുക്ക് 2 സബ്ജക്റ്റുകൾ 13, 33 പറഞ്ഞു. അതിന് ശേഷമുള്ള ടോപ്പ് സമയം ഇപ്പൊ 13 27 13 പറഞ്ഞത്. പിന്നെ അൺലിമിറ്റഡ് 36. അതേപോലെ ഈ കത്തങ്ങപ്പള്ളി അതേ രീതിയിൽ തന്നെ പറവൊക്കെ കാര്യങ്ങളൊക്കെ. കത്തങ്ങപ്പള്ളി എന്ന് വെച്ചാൽ വലിയ ഓവർ പറവല്ല, എപ്പോഴും നമുക്ക് പിടിച്ചാൽ കിട്ടുന്ന പറ. അതന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇപ്പൊ അതിനെ ഫോളോ ചെയ്ത് പോകാൻ 13:30 ഏറ്റവും നല്ലതാണ്. ഇതേ അൺലിമിറ്റഡ് മത്സരമില്ല, അത് കളിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പൊ ഭയങ്കര ചെലവാണ്. അൺലിമിറ്റഡ് പ്രൈസ് ഇല്ല. പറവ ഇട്ടു അതിന് ചിലപ്പോ ബിസിനസ് ബിസിനസ് അടിയ ആ പ്രായം പറഞ്ഞ പേരും പറഞ്ഞ് കുറെ പ്രായം ബിസിനസ് ഇതുവരെ ആഗ്രഹിച്ചില്ല. നമുക്കിപ്പോ മെനക്കെടുന്നത് ഇപ്പൊ ഒരു കൊല്ലം എല്ലാ ഞാനും നല്ല ആരെ കൂട്ടാനും 10-15 ടീം ഫീസും ചെലവില്ല. ഒരു വർഷമാവൂലേ? മൊത്തമായിട്ട് ഇല്ല, നമ്മളെ ഒരു എല്ലാത്തിലും ടീം ഇടല്ലോ. കഴിഞ്ഞ കൊല്ലം തന്നെ നമുക്ക് നമ്മൾ നിയന്ത്രിച്ച ടീം ഇട്ടിട്ട് 16,000 നമുക്ക് ടീം ഫീസ് ആയിരിക്കും. എങ്ങനെ എല്ലാത്തിലും എല്ലാ ഫുൾ ടൈം ടീം ഇടാതെ 1-2 ടീം ഇട്ടിട്ട് 16,000. ആ 16 ടീം ഫീസ് ആയാല് അത് 80 ഫീസോ അത്ര തന്നെ ആവും. 16,000 ഏകദേശം ആവും. പറഞ്ഞ 1000 ഫീസ് എന്തായാലും കൊടുക്കണം. ഒരു 15-16 മത്സരം പറഞ്ഞാല് അതൊന്നല്ല. അപ്പൊ അതിന് കൂടുതൽ ഒരു നല്ലൊരു സമയം വരെ നമ്മള് റഫറിക്ക് നല്ലൊരു പൈസ 1,500 എന്തായാലും കൊടുക്കണം. 13:36 പറഞ്ഞ 80 ഫീസ് 80 ഫർഹാനെ കൊണ്ടുപോയിട്ടുള്ള ഞാൻ 80 ഫീസ് 1,500 ഫർഹാനെ കൊടുത്തിട്ട് മേടിച്ചില്ല. ഇങ്ങോട്ടിന്റെ കീസൽ കിട്ടുന്നത്. പിന്നെ 500 പിന്നെയും കൊടുത്ത പോലെ 500 മതി അയച്ചാക്ക 1000 എനിക്ക് അങ്ങോട്ട് തിരിച്ചു തന്നു. അപ്പൊ അത് ഓരോ കൊണ്ടാണ് നമുക്ക് അത് കഴിച്ചിലായി. അല്ലാതെ വേറെ 1,500 നമുക്ക് കൊടുത്തില്ല ഓരോ പൈസ ആണ് അത് തന്നെ. പിന്നെ അതല്ല ഇപ്പോ ഈ ഒരു 13:30 ആയാലും നമ്മൾ 12 മണി അല്ലെങ്കിൽ 10 മണിയൊക്കെ ആയാലും 500, 1000 ആ റേഞ്ചിലാണ്. അത് നമ്മൾ 7 മണി കഴിഞ്ഞാൽ 1000 എന്തായാലും കൊടുക്കില്ല. അല്ല ടീം ഫീസും അങ്ങനെയല്ല. ഫീസും അങ്ങനെ തന്നെയാണ്. 800 രൂപ ഫീസ് ഉണ്ട്. ഇപ്പൊ നിങ്ങള് ഈ കോഴിക്കോട് മലബാർ എന്നല്ല പറയാം, ഇവിടെ പല സംഘടനകളുണ്ടല്ലോ കോഴിക്കോട്, അതിനെ പറ്റിയൊക്കെ പറയാം. ഏതൊക്കെ സംഘടനകളെ കാര്യങ്ങൾ? ഇവിടെ കോഴിക്കോടിൽ ആദ്യം ഒരു സംഘടന ഉള്ളത് CPF ആദ്യമായിട്ട് സംഘടന. പിന്നെ എല്ലാവരും ഇങ്ങനെ ഓരോ പ്രശ്നത്തിൽ ആശയക്കുഴപ്പമായിട്ട് മാറിപ്പോയി. ഇപ്പൊ നിലവിൽ സംഘടന ആയിട്ട് ഇപ്പൊ ഒരുപാട് സംഘടന രജിസ്റ്റേർഡ് ആണ്. പഴയ സംഘടനകളും ഇപ്പൊ രജിസ്റ്റേർഡ് അല്ലാത്താണ്. ആദ്യം നമ്മുടെ CPF രജിസ്റ്റേർഡ് ചെയ്യുന്നു. അതിനുശേഷം മലബാർ ബീജം വന്ന്
നമ്മളെ രമേശയുടെ സംഘടന. അതന്നെ. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പായി വന്നു. ഇപ്പൊ വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം ഇപ്പൊ സംഘടന രജിസ്റ്റേർഡ് ആയി. ഇപ്പൊ രജിസ്റ്റേർഡ് ആയി സംഘടന അവരാണ്. പറവ ട്രേഡേഴ്സ്, കേരള ബിജെപി അങ്ങനെയുള്ളവരൊക്കെ ഇപ്പോ രജിസ്റ്റേർഡ് ആയി നല്ല മത്സരങ്ങൾ ഇപ്പൊ ആദ്യത്തെ സംഘടനയെക്കാട്ടി നല്ല വലിയ ഒരു മത്സരം നടത്തുന്നത്. പിന്നെ അതേപോലെ ഇപ്പൊ നിങ്ങൾ ഏത് സംഘടനയാണ് കൂടുതലും? ഞാന് കൂടുതലും CPF ആയിരുന്നു. പിന്നെ അപ്പൊ അവിടുന്ന് ഈ വാട്സപ്പ് നമ്മളൊരു കൂട്ടായ്മ അല്ലോ, അതിന് അനുവാദം കൊടുക്കണം എന്നുള്ളൊരു ഇതുണ്ട്. അതിന് നമ്മൾ അംഗീകരിച്ചു. പക്ഷെ നമ്മൾ ഈ സംഘടനക്ക് അത് താല്പര്യമില്ല. ഒരു ടീം കൊഴിഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് നമ്മളതിനെ ഒരു അനുകൂലിക്കാത്തതിനെ കൊണ്ട് നമ്മൾ ഇതിനോട് പുറത്ത് വന്നു. ഇപ്പോൾ വാട്സപ്പ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ വാട്സപ്പ് എല്ലാം സംഘടന രജിസ്റ്റേർഡ് ആണ്. എല്ലാത്തിലും ഇഷ്ടംപോലെ മത്സരം ഒരു മത്സരം നടത്തുന്നുണ്ട്. പക്ഷെ ഒരുപാട് കൊഴിഞ്ഞു പോക്ക് ഒരു നടന്നു. വാട്സപ്പ് ഇപ്പോൾ ഒരു എന്തായിരിക്കുന്നത് ഇങ്ങനെ ഓപ്പണായിട്ട് വാട്സപ്പിൽ മത്സരം വിടാന്ന് പറഞ്ഞു. അല്ലാതെ എനിക്ക് നിലനിൽപ്പില്ല. ശരിയാണ്. പിന്നെ അതേപോലെ ഇപ്പൊ നമ്മൾ ഈ കോഴിക്കോട് ആളുകൾ പറയുന്നുണ്ട് ഈ കാട്ടമർഗം എന്ന് പറഞ്ഞ എനിക്കറിയുന്നത് എന്താ വെച്ചാല് നമ്മളെ കാക്കാക്കിയുടെ മമ്മൂദിയാക്കുണ്ട്. നമ്മുടെ ഒരു ബന്ധക്കാരൻ നമ്മളൊരു ബന്ധക്കാരനും കൂടെ അറിയാം. മൂപ്പരാണ് ഇവിടെ കോഴിക്കോട് ആ പ്രായം പരിചയപ്പെടുത്തിയത്. ഇവിടെ കപ്പക്കലാണ് ആ പ്രാക്ക്. മൂപ്പരത് അവിടെ കപ്പക്കലിൽ ഇപ്പം 3 ഓവറാണ് തുടർച്ചയായിട്ട് 3 ഓവർ ചാൻസ് ഉണ്ട്. അത് ഇപ്പം സംഘടന കൊണ്ടതാ. അത് കൊടുന്നത് അവിടെ 6 ഓവർ പറഞ്ഞിട്ടുണ്ട്. കപ്പക്കൽ ഈ കട്ടവർഗത്തിൽപ്പെട്ട അപ്പൊ സംഘടന 6 ഓവർ പറഞ്ഞപ്പോൾ അതിൽ നിർത്തിച്ചിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. അത് 3 ഓവറിൽ കുറച്ച് ഇപ്പൊ എല്ലായിടത്തും 3 ഓവർ ആയാല് മത്സരം ഒരു ആ ടീം തോറ്റായിട്ട് ആദ്യം എപ്പോഴും ഉണ്ട്. രമേശന്റെ സംഘടനയിൽ എത്ര ഓവർ ആക്കിയാണെങ്കിലും മത്സരം വിടാൻ പറ്റില്ല. അത് 13:30 ഇപ്പൊ നിങ്ങള് ശരിയാണ്. ഇപ്പൊ നിങ്ങള് 13:30 വിട്ടിട്ടേ ഇപ്പൊ നിങ്ങള് പ്രാവ് ഓവറായി. ആ പ്രാവിനെ വീണ്ടും ആ സംഘടനത്തിന് വിടാൻ പറ്റും? വേറെ ഫീസ് ഒന്നും കൊടുക്കണ്ടല്ലോ. ഫീസ് കൊടുക്കണ്ടേ? 3 ചാൻസ് ഉണ്ടാവും. അത് ഓവറായാലും ഒരു ചാൻസ് ആണെങ്കിൽ കിട്ടും. പ്രാപ്പിടിയാന്ന് ഓടിച്ചാണെങ്കിൽ ചാൻസ് കിട്ടും. പിന്നെ മഴക്കാറിൽ പോയതാണെങ്കിലും ചാൻസ് കിട്ടും. 3 ചാൻസ് ഒരു ടീമിന് കിട്ടാൻ കഴിഞ്ഞാൽ ആ ടീം തോറ്റു. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്തിയതുകൊണ്ട് എന്താണ് ഒരു 13.5 മണിക്കൂർ അതിന്റെ എല്ലാം അറിയാലോ റൂൾസ് റെഗുലേഷൻ അതൊക്കെ ഒന്ന് പറഞ്ഞു നിങ്ങൾ എങ്ങനെയൊക്കെ രീതികൾ കാര്യം? അതെങ്ങനെയാന്ന് വെച്ചാൽ 13 റൂൾസ് എന്ന് വെച്ചാൽ നമ്മൾ 5:58 രാവിലെ പ്രാവ് വിടാം. രാവിലെ പ്രാവ് 2 പ്രാവിനെ വിടാം. 6 മണിക്ക് 6 മുതൽ 6:10 വരെ ടൈം കുടിക്കാനുള്ള കൂട്ടുകാരിക്ക് കൊടുക്കാൻ ചാൻസ്. അതിൻ്റെ ഉള്ളിൽ കൂട്ടുകാരൻ ടൈം കുടിച്ചോളൂ. അതിൽ ഒരു ഇഷ്ടമുള്ള ടൈമിൽ കുടിച്ചിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കൂടുമ്പോൾ പ്രാവിനെ എംപയറിന് കാട്ടി കൊടുക്കണം. മത്സരത്തിന് വിടുന്ന മുന്നേ എംപയറിന് അടയാളൊക്കെ കാട്ടി കൊടുക്കണം. 15 മിനിറ്റ് കൂടുമ്പോൾ പ്രാവ് സീൽ വെക്കാനുള്ള പരിപാടി ഇല്ല ഇതുവരെ വെച്ചിട്ടില്ല. അൺലിമിറ്റഡിൽ ഇപ്പോൾ സീൽ വെക്കണം. അപ്പോൾ 15 മിനിറ്റ് കൂടുമ്പോൾ കാണണം. ആ പ്രാവിനെ അങ്ങനെ 15 മിനിറ്റ് കൂടുമ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ആ പ്രാവിന് 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എംപയർ ടൈമൊക്കെ അതിന് കാട്ടി കൊടുക്കണം. കണ്ടിട്ടില്ലാണെങ്കിൽ ആ പ്രാവ് മത്സരം ക്യാൻസലായി. കണ്ടതാണെങ്കിൽ മത്സരം കണ്ടിന്യൂ ചെയ്യും. 3/4 മണിക്കൂറിനുള്ളിൽ പ്രാവ് വന്നാൽ കണ്ടിന്യൂ ചെയ്യും. അതേപോലെ ഈ പ്രാവ് നല്ല ടോപ്പിൽ മേഘത്തിന്റെ ഒക്കെ മുകളിലാണ് പറക്കുന്നെങ്കിൽ മേഘത്തിൽ പറക്കുന്നതിന് വിശേഷം ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ 15 മിനിറ്റിനുള്ളിൽ കാട്ടി കൊടുക്കണം. എംപയറിന് കണ്ടിൽ മേഘത്തിൽ കുടുങ്ങി പോവുകയാണെങ്കിൽ ആ പ്രാവിന് കാണാതായാലാണെങ്കിൽ 2 മണിക്കൂർ ടൈം വെക്കും. 2 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വളരെ ഉയരത്തുനിന്ന് കാണാതായാലും 2 മണിക്കൂർ എത്തും. വെള്ളപ്പൊക്ക് പോയാലും 2 മണിക്കൂർ എത്തും. മഴന്റെ കാരണം പോയാലും 2 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ലെങ്കിൽ ആ പ്രാവിന് ചാൻസ് മാറ്റി റീചാൻസ് ചാൻസ് കിട്ടും. 2 മണിക്കൂർ മഴയത്ത് കാണാതായാലും 2 മണിക്കൂർ വെച്ച് കാണാതായാലും മഴ പെയ്യുമ്പോൾ കാണാതായാൽ ആ ചാൻസ് ഇല്ല. 3/4 മണിക്കൂർ വെക്കും. കാറിൽ കയറി പോയാൽ 2 മണിക്കൂർ സമയം പോകും. അതിൽ വന്നിട്ടില്ലെങ്കിൽ ചാൻസ് മാറ്റി 7 ദിവസത്തിനുള്ളിൽ അതേ പ്രാവിനെ വിടണ്ടേ? ഏത് പ്രാവിനും വിടാം. അതിനും വിടാം, വേറെ ഇനി വിടാം. അങ്ങനെ 3 ചാൻസ്. അതാണ് ഇപ്പൊ മലബാറിലെ നിയമം. അതിൻ്റെ പ്രാവിനെ പ്രാവ് പിടിയാൻ കൊണ്ടുപോയിക്കുകയാണെങ്കിൽ അയാൾക്ക് ചാൻസ് കിട്ടും. പ്രാവ് പറന്ന് ഇറങ്ങാതായാലും ചാൻസ് കിട്ടും. എങ്ങനെയായാലും 3 ചാൻസ് കിട്ടും. പിന്നെ ഈ മത്സരത്തിനിടയിൽ വേറെ അയാൾ വിറ്റ പ്രാവോ അല്ലെങ്കിൽ വേറെ ഏതാ പ്രാവ് തിരിച്ചു വന്നാൽ 12 മണിനുള്ളിലാണ് പ്രാവിനെ ഇറക്കി കൂട്ടിലാക്കുക. 12 മണി കഴിഞ്ഞതാണെങ്കിൽ മത്സരം ചാൻസ് കിട്ടും. വേറെ ചാൻസ് കൊടുക്കൂലേ? അപ്പൊ ഈ സംഘടനകള് പരമാവധി സപ്പോർട്ടാണ്. പറക്കാരെ എനിക്ക് ഇല്ലാതെ കിട്ടും. വൈകിട്ട് 7 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ ഓരോ മിനിറ്റിലും പ്രാവ് കാണണം. എങ്ങനെ വൈകിട്ട് 7 മണി കഴിഞ്ഞാൽ പ്രാവിന് ഓരോ എപ്പോഴും കണ്ടുകൊണ്ട് പോകണം.
ഓരോ മിനിറ്റിലും കാണണം. ഓരോ മിനിറ്റിലും കാണണം. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും അപ്പോൾ തന്നെ 10 മിനിറ്റ് സമയം വെക്കും. ആണല്ലേ? 10 മിനിറ്റ് സമയം വെക്കും. സമയം വെക്കില്ലേ? ആ 10 മിനിറ്റിൽ കണ്ടില്ലെങ്കിൽ ഓവറായി അയാൾക്ക് മാറ്റി ചാൻസ്. 10 മിനിറ്റ് കണ്ടില്ലെങ്കിൽ ഓവറാവും. പിന്നെ ഒരു ചാൻസ് കിട്ടും. ഒരു ചാൻസ് എങ്ങനെ ചാൻസ് വന്നാലും 3 ചാൻസ് കിട്ടുള്ളൂ. കിട്ടുള്ളൂ. 3 ചാൻസ് കഴിഞ്ഞാൽ അയാൾ ടീം ക്യാൻസൽ ചെയ്യും. ഓക്കെ ഓക്കെ. അല്ല ഞാൻ പറഞ്ഞത് ഈ കാട്ടമൃഗം എന്നൊരു ഐറ്റം പ്രാവില്ലേ, അതെങ്ങനെയാണ് ഈ കോഴിക്കോട് നിന്നാണ് അതിന്റെ ഉത്ഭവം എന്നൊക്കെ പറഞ്ഞേക്കുണ്ട്. അതിന്റെ കോഴിക്കോടുന്നാണ്. അത് ഏത് കോഴിക്കോട്? ആരാണ് അതിന്റെ അറിയുന്നത്? അതിപ്പോ നമ്മളതില് എന്നോട് ആര് ചോദിച്ചാൽ ഞാൻ മമ്മൂലിയാകന്റെ പേരെ പറയുള്ളൂ. മൂപ്പരാണ് അതിന്റെ അറിയാം. ഇപ്പൊ പല ആളുകള് കണ്ണൂരിൽ നിന്ന് കൊടുക്കുന്നു പറയുന്നുണ്ട്. ഉണ്ടല്ലേ? അവിടുന്ന് കൊടുത്ത് നമ്മളത് വിശ്വസിക്കില്ല. നമുക്ക് നമ്മളെ അനുഭവം മൂപ്പരാണ്. ആ പ്രാവുകൾ ഇങ്ങനെ അടി കൂടെ പറക്കുള്ളൂ. അങ്ങനെ ഇങ്ങനെ മേലെ പറക്കുള്ളൂ. പക്ഷെ പറക്കാണെങ്കിൽ നല്ല പറക്കലാണ്. ആ എന്റെ അഭിപ്രായത്തിന്റെ ബുദ്ധി കൂടുതലാണ്. പറവ നല്ലോണ്ട്. അതിനെന്താ ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണെങ്കിൽ അതിന് ഒരാളെ ഉയർപ്പുറത്ത് കേപ്പിട്ടിട്ട് അവിടെ പോയി ഇങ്ങനെ അതിന് ബുദ്ധിമുട്ട് തോന്നാല് നമ്മളെ സ്വന്തം മൂട്ടിൽ ഇറങ്ങാനുള്ള ചാൻസ് കുറവാണല്ലേ? നല്ല പറക്കാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതാണെങ്കിൽ സ്വന്തം കൂട്ടിൽ ഇറങ്ങും. അല്ലെങ്കിൽ തെങ്ങിന്റെ മേലെ വേറെയുള്ള വിട്ടിട്ട് പോയി ഇറങ്ങും. തോന്നിയ നമ്മളെ ഈ ക്രോസ് ചെയ്ത പ്രാവ് മിക്സിംഗ് പ്രാവ് അതല്ല. ബുദ്ധിമുട്ട് തോന്നിയാലും നമ്മൾ തന്നെ. പിന്നെ അതേപോലെ നമ്മൾ ഇങ്ങനെ പറഞ്ഞു വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 89 അതിന് മുന്നൊക്കെ പ്രാവുണ്ടല്ലോ, അന്നത്തെ പ്രാവുകളും ഇപ്പം നമ്മൾ വളർത്തുന്ന പ്രാവുകളും തമ്മിലുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ അതേമാതിരി തന്നെയാണോ? അതോ എന്താണ് മുമ്പ് നമ്മൾ ഈ പറക്കുന്ന ടൈമിൽ തന്നെ ഇവിടെ വെള്ളക്കണ്ണ പ്രാക്കളാണ് ആളുകൾ കൂടുതൽ പറക്കുന്നത്. അന്ന് ഈ 13 മണിക്കൂറൊക്കെ അതിന്റെ മുമ്പേ ഇപ്പോഴും വെള്ളക്കണ്ണം പ്രാക്കളുണ്ട്. ഇന്ത്യത്ത് വെള്ളക്കണ്ണം പ്രാക്കുണ്ട്. മത്സരത്തിന് വിട്ടിട്ട് 9 മണിക്കൂറൊക്കെ മത്സരം പറഞ്ഞത്. പിന്നാണ് ഈ മഞ്ഞക്കണ്ണം പ്രാക്കൾ ഇതിൽ കയറി വരുന്നത്. അപ്പൊ പിന്നെ മത്സരത്തിന് ഒതുങ്ങുന്ന പ്രാവ് മഞ്ഞക്കണ്ണം പ്രാവുണ്ട്. വെള്ളക്കണ്ണം പ്രാവിന് ആ 9-10 മണിക്കൂർ തന്നെ ഉള്ളൂ പറവ. അതിലൊക്കെ നമ്മൾ കയറി പറക്കണ ആരും കണ്ടിട്ടില്ല. വെള്ളക്കണ്ണം പ്രാക്കൾ ഇപ്പോൾ ഉള്ള വെള്ളക്കണ്ണം പറക്കുന്നുണ്ട്. അത് മഞ്ഞക്കണ്ണം ക്രോസ് ആയ പ്രാക്കളാണ്. നിങ്ങളിവിടെ ഇപ്പോൾ കോഴിക്കോട് പറഞ്ഞ പ്രാവിന്റെ ഒരു മെയിൻ ആയിട്ടുള്ളതല്ലേ. ഇപ്പൊ നമ്മളിപ്പോ പാലക്കാടുള്ള ആരുടെയും സംസാരിച്ചാൽ ഒരു പറയും അവരെ പ്രാവ് ഇങ്ങോട്ട് വന്നു എന്നൊക്കെ പറയണം. ഈ ശരിക്കും അങ്ങനെയുള്ള പ്രാവുകൾ എവിടുന്ന വന്നിട്ടുള്ളത്? ഇങ്ങനെയുള്ള ഇവിടെ പറക്കുന്ന പ്രാവ് പാലക്കാടിനാണ് ഇവിടെ കൂടുതൽ ആളുകൾ അല്ലേ? പാലക്കാടിനാണ് പ്രാവിനെ കൊണ്ടുവരുന്നത്. പാലക്കാട് പിന്നാണ് അത് കോയമ്പത്തൂരായിരുന്നു. ആദ്യം പാലക്കാട് നിന്നാണ് പ്രാവിനെ കൊണ്ടുവരുന്നത്. പിന്നെ അത് കോയമ്പത്തൂരിനായി. പിന്നെ നമ്മൾ പാലക്കാട് നിന്ന് പ്രാവിനെ കൊണ്ടിട്ട് ഞാൻ കോയമ്പത്തൂരിൽ നിന്നും പ്രാവിനെ കൊണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരു 10-20 വർഷത്തിൽ പ്രാവിനെ കൊടുത്തിട്ടില്ല. പിന്നെ മുമ്പത്തെ മുമ്പുള്ള പ്രാവ് നമ്മൾക്ക് ഉണ്ടാവും. ഇപ്പൊ നമ്മൾക്കുള്ള പ്രാവ് ഇപ്പൊ വെള്ളമാണ് നമ്മൾ കളിക്കുന്നത്, അതിനെ മാത്രമേ കളിക്കുള്ളൂ. ഇപ്പൊ ശബ്ദപ്രാക്കം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കളിക്കുന്നില്ല. അങ്ങനെ വീട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇതിലെന്താ ബുദ്ധിമുട്ട് വന്നാലും അതിനെ കളിക്കും. നെറ്റിലേക്ക് കളിച്ചാൽ ഒന്നും ആവില്ല. പിന്നെ ഇപ്പൊ വെള്ളപ്രാവളെന്നെ പറക്കണം